കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന ഒരു ചർച്ചയായിരുന്നു മോദി വിരമിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ ആ ചർച്ച വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. മോദി വിരമിച്ചാൽ എന്ത് സംഭവിക്കും? മോദി വിരമിക്കാനാണ് സാധ്യത. മോദി ഇവിടെയുള്ള പല ആളുകളെ കടിച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് ഒരു വ്യത്യസ്തമായ തുടക്കം കുറിക്കാന്നുള്ളത്. ആ വ്യത്യസ്തമായ തുടക്കം നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റായിട്ട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ലക്ഷ്യം അതായിരുന്നു. അങ്ങനെ 10 വർഷമല്ലേ ചോദിച്ചത്. അങ്ങനെ ആദ്യം അത് വളരെ ക്ലിയർ ആയിരുന്നു. 10 വർഷം എനിക്ക് തരൂ, 10 വർഷത്തിൽ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് മാറ്റങ്ങൾ കൊണ്ടുവന്നോ, എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നോ ഒക്കെ നമുക്ക് സെൻസസ് റിപ്പോർട്ട് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിദേശ നയത്തിൽ കുറച്ച് അഗ്രസീവായിട്ടുണ്ട്. താഴെത്തട്ടിൽ വികസനം എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അഴിമതി താഴെത്തട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് അഴിമതി ചിലപ്പം കൂടിയിട്ടുണ്ടാവും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ താഴെത്തട്ടിൽ അഴിമതി കുറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ആ ഫീലുണ്ട്, ഒരു അഴിമതി ഇല്ലാത്തൊരു പൊതുവെ അഴിമതി ഇല്ലാത്തൊരു ഭരണം എന്നുള്ള ഫീൽ ജനങ്ങൾക്കുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും എക്സിക്യൂട്ടീവിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടത്തുന്ന ആളുകളെ അവരുടെ പല സോഴ്സുകൾ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്യാതെ ഇത്തരം ആളുകളെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കുന്നു. പിന്നെ മോഡി വന്നാൽ എല്ലാവരും വിചാരിച്ചത് ഇന്ത്യ മൊത്തം വർഗീയ കലാപം ഉണ്ടാവും എന്നുള്ളതാണ്. ഗുജറാത്തായി ഇന്ത്യ മാറുന്നതാണ്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഈ പശുവിൻ്റെ പേരിലുള്ള കൊലപാതകം, പിന്നെ ഡൽഹി റയട്ട്, അങ്ങനെ. മോദി പ്രധാനമന്ത്രി ആവും മുമ്പ് അന്ന് കേരളത്തിൽ വന്നിരുന്നപ്പോൾ അവിടെ കരുതിനായിരുന്നു മോദി വന്നാൽ ഞാനൊക്കെ കരുതിരുന്നത് സപ്പോർട്ട് ചെയ്ത ആളാണ്. ശിവഗിരിയിൽ വന്നപ്പോൾ അല്ലേ. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോഡി ഈ പറഞ്ഞതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോയി. പിന്നെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഓരോരോ വകുപ്പും അതാത് മന്ത്രിയുടെ ഒരു സാമ്രാജ്യമായിരുന്നു. ഇപ്പം അത് മാറി. കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. സുരേഷ് ഗോപിയുടെ പറഞ്ഞത് ഞാൻ കേട്ടു, ഒരു രക്ഷയില്ലെന്ന്, ഓടിച്ചിട്ട് പണിയെടുക്കുക. ഇന്ന് ഛത്തീസ്ഗഡിലാണെങ്കിൽ നാളെ കാശ്മീരിൽ, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ മോഡി ഒരു RSSകാരൻ എന്ന രീതിയിൽ, ഒരു പ്രചാരകൻ എന്ന രീതിയിൽ മോഡി ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഡിസിപ്ലിനും മോഡിയുടെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൽ, ആ സ്വപ്നത്തിൽ ഇപ്പോൾ ആളുകൾ പേടിച്ചിരുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ അടിച്ചോടിക്കും എന്നുള്ളത്. അങ്ങനെ സംഭവിക്കില്ല. അത് ക്രിസ്ത്യൻസ് നടത്തുന്ന ഈ മാസ് കൺവേർഷൻ, അതിന് തടയിട്ടും. കാരണം അല്ലെങ്കിൽ പിന്നെ നാളെ ഈ രാജ്യം വേറൊന്നായിപ്പോവും. സംസ്കാരം ഇല്ലാത്ത രാജ്യം. ഈ നാടിൻ്റെ സംസ്കാരം നഷ്ടപ്പെട്ടു. ക്രിസ്ത്യൻസിന് ഞാൻ പറയും, നമ്മളടുത്ത് സിറിയൻ ക്രിസ്ത്യൻസോ ലാറ്റിൻ ക്രിസ്ത്യൻസോ ഒന്നല്ല, അമേരിക്കൻ സ്പോൺസർ നമ്മൾ പറയാറ്. അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക്. അതിനൊക്കെ നമ്മളെല്ലാം വളരെ സപ്പോർട്ട് ചെയ്യും. ഗവൺമെൻറ് സപ്പോർട്ടീവാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ നടത്തുന്ന ഈ കൺവേർഷൻ, അതിൻ്റെ ആവശ്യമില്ല. ലോകത്ത് ഈ മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ മതമാണ് ഹിന്ദു മതം. അവർ ചിലതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ചില എക്സ്ട്രീം ഈ പ്രീച്ചേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് ഹിന്ദു മതം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് എന്നൊക്കെ രീതിയിലുള്ള, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ അത് വെച്ച് ഓരോ പഠിക്കും. അങ്ങനെയല്ലല്ലോ അത്. ഫാക്ച്വലി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇവർക്ക് ഈ വലിയ നാട് അവരുടെ കൈവശം കിട്ടിയപ്പോൾ അവർക്ക് ഭരിക്കാൻ അറിയില്ല, ഇവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല. അത് പഠിക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് മതങ്ങളാക്കി തിരിച്ചു സെൻസസിൽ. അങ്ങനെ മതങ്ങളാക്കി തിരിച്ച സമയത്ത് ക്രിസ്ത്യാനികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ എന്താണെന്ന് അറിയാം, പാർസികൾ എന്താണെന്ന് അറിയാം, ജൂതന്മാരെന്താണെന്ന് അറിയാം, ബുദ്ധമതക്കാരും എന്താണെന്നൊക്കെ അറിയാം. പക്ഷേ ഹിന്ദു എന്താണെന്ന് അറിയില്ല. അത് ബുദ്ധിമുട്ടാണ്. ഹിന്ദുവിനെ നിർവചിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാത്ത ആളുകളെ മൊത്തം ഹിന്ദു എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കി അതിലും കിട്ടും. അതാണ് ഇവർ ഈ പറയുന്നത്. പക്ഷേ അവർ വരുന്നതിൻ്റെ മുമ്പേ ഈ സിസ്റ്റം ഇവിടെ ഉണ്ട്. അക്ബർ സെൻസസ് നടത്താൻ തീരുമാനിച്ചിരുന്നു. അക്ബർ ഹിന്ദുസിന് അങ്ങനെയല്ലേ ചെയ്തിരുന്നു. പിന്നെ ഹിന്ദുസിനിടെ ഒരുപാട് ജാതികളുണ്ട് എന്നൊക്കെ ശരിയാണ്. മറ്റേ ജാതികൾ ഇതില്ലേ, ഇതുപോലെയുള്ള ഒരു സ്ക്രിപ്ചറലായിട്ടുള്ള സാങ്ക്ടിറ്റി, അതായത് മതഗ്രന്ഥം അങ്ങനെ ജാതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ജാതി അതിലൊക്കെ ഉണ്ട്. ഇപ്പോൾ മുസ്ലിംസ് ഷിയ സുന്നി എന്ന 2 വിഭാഗങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സുന്നികളിലൊക്കെ തന്നെ വിവിധ പരസ്പരം കല്യാണം കഴിക്കാത്ത വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയുണ്ടല്ലോ. അവശ ക്രിസ്ത്യാനികൾക്ക്, ദളിത് ക്രിസ്ത്യാനികൾക്ക് വേറെ പള്ളിയല്ലേ. ഈ ഇവാഞ്ചലിസ്റ്റുകൾക്ക് അങ്ങനെയല്ല, അവർക്കൊരു പള്ളിയേ ഉള്ളൂ. പക്ഷെ അവർ കൂടുതൽ ഇവരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു ബേസ്ലെസ് സാധനമാണ്. ലോകത്ത് ആദ്യം ഉണ്ടായ മതങ്ങളിലൊന്നാണ് ഹിന്ദു മതം. അതിപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പൗരാണികമായ മതം ഹിന്ദു മതമാണ്. ബാക്കിയെല്ലാം നശിച്ചു പോയി, എല്ലാം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇവരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തികമാണ്. അതിനെ കട്ട് ചെയ്ത് ചെയ്യാൻ മോഡിക്ക് പറ്റുന്നുണ്ട്. അല്ല, മോദി എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ബ്രാൻഡ്
അങ്ങനെ മാറിപ്പോകുന്നു, താൻ വിരമിക്കുന്നു എന്ന് പറഞ്ഞാൽ BJP സമ്മതിക്കും? കാരണം മോദി ഇന്ന് മോദി എന്ന ബ്രാൻഡിന്റെ തന്നെ കുറഞ്ഞൊരു 100 സീറ്റ് നേടാൻ 10% വോട്ട് കിട്ടും. പക്ഷേ മോഡി അങ്ങനെ എളുപ്പം വിട്ടു പോവില്ല. രാമൻ വനവാസത്തിന് പോയതുപോലെ. കാരണം നമ്മൾ 2013 കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. മോദി 10 വർഷം ഇരിക്കും, അപ്പോൾ 75 വയസ്സാവും, പിന്നീട് ഹിമാലയത്തിലേക്ക് സന്യാസ ജീവിതം നയിക്കാനായി പോകുമെന്നൊരു പ്രസ്താവനയും ചർച്ചകളും മുൻ വർഷങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ സന്യാസത്തിലേക്ക് വല്ലതും? അല്ല, സന്യാസത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ RSSലേക്ക് മടങ്ങി പോകുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും മോഡി ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇന്ത്യയുടെ ഒരു രീതി എങ്ങനെയാണല്ലോ നമുക്ക് ഈ പറയുന്ന ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, വാനപ്രസ്ഥം, ഈ 4 സ്റ്റേജ്. ആ 4 സ്റ്റേജ് അനുസരിച്ച് മോഡി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ മുഖ്യമന്ത്രി ഒരാൾ മുമ്പുണ്ട്, ജ്യോതി ബസുമാണ്. ജ്യോതി ബസ് 25 വർഷം അങ്ങനെ തന്നെ വാങ്ങി കൊടുത്താണ്. പക്ഷേ 25 വർഷം എടുത്തു. പക്ഷേ കാര്യം ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ മോഡി കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇമ്പെൻഡിങ് ആയിട്ടുള്ള ഭീഷണി നേരിട്ടുള്ള അക്രമത്തെക്കാട്ടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അക്രമം, ഇതിനുള്ളിൽ നിന്ന് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് ഇതിന് പ്രധാനപ്പെട്ട ജാതീയമായിട്ടുള്ള അസമത്വങ്ങളും അടിച്ചമർത്തലും പിന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അത് അഡ്രസ്സ് ചെയ്യാനാണ് മോഡി വികസനം ഫാസ്റ്റ് ട്രാക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് 25 വർഷമെങ്കിലും എടുക്കും ഒന്ന് മാറ്റം കൊണ്ടുവരാൻ. കാരണം ഇത് അനങ്ങാതെ കിടന്നിരുന്ന സിസ്റ്റമാണ് പല സ്ഥലത്തും. അനങ്ങിയിരുന്നു, പക്ഷേ എല്ലാ സ്ഥലത്തും എത്തിയിരുന്നില്ല. ഇപ്പോൾ ടെക്നോളജി കൊണ്ടുവന്നപ്പോൾ എല്ലാ സ്ഥലത്തും റീച്ചെത്തിയാൽ മോഡി നോക്കുന്നുണ്ട്. പിന്നെ മോഡി പോവുകയാണെങ്കിൽ മോഡി ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് വെറുതെ കാട്ടിലേക്ക് ഓടി പോകുന്നില്ല. അതായത് ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ചെയ്ത പോലെ അങ്ങനെ കൊള്ളാവുന്ന ടീമിനെ ഉണ്ടാക്കി വെച്ചത്. ടീമാണ് ഇപ്പം ഭരിക്കുന്നത്. ടീം അങ്ങനെ തന്നെ നിൽക്കും. കൊള്ളാവുന്ന ഒരാളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടാണ് മുമ്പിൽ പോകുള്ളൂ. അതായത് രാമൻ കാട്ടിൽ പോയതുപോലെ ഭരതനെ നിർത്തിയിട്ടല്ലേ പോയത്. അങ്ങനെയാണെങ്കിൽ ആ ഭരതൻ ആരായിരിക്കും? അത് സംശയമാണ്. ഇപ്പം 3 അമിത്ഷാ ഉണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, ഗഡ്കരി എവിടെയൊക്കെ ഉണ്ട്, പിന്നെ യോഗി ഉണ്ട്, ഹേമന്ത് ബിശ്വ ശർമ്മ ഉണ്ട്. ഇതിൽ മോഡിക്ക് ഏറ്റവും താല്പര്യം അമിത്ഷാനെ ആവാനാണ് സാധ്യത. അമിത്ഷാ തന്നെ മോഡി തന്നെയാണ് അമിത്ഷാ. രാജ്നാഥ് സിംഗ് കുറച്ചും കൂടി ഒരു അഡ്വാനി ടൈപ്പ് കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ഏജും പ്രശ്നമാണ്. ഏജ് പ്രശ്നമാണ്. പിന്നെ ഗഡ്കരി എന്ന് വെച്ചാൽ ഗഡ്കരി RSSന്റെ സ്വന്തം പയ്യനാണ്. കുറച്ചുകൂടി വാജ്പേയി ടൈപ്പാണ്. കാണാൻ എന്നാൽ വാജ്പേയിനെ പോലെ. ഹേമന്ത് ബിശ്വ ശർമ്മ ശരിക്കും RSS തന്നെ അല്ലല്ലോ. അത് പ്രതികാര ബുദ്ധിയായിട്ട് നടക്കുന്ന ഒരാളാണ്. കോൺഗ്രസിൽ നിന്നും രാജാവിനെ കണ്ട് രാജാഭക്തി കളിക്കാൻ ശ്രമിക്കുന്ന ആൾ. അത് ചിലപ്പോൾ അപകടമാവുന്ന RSSന് അറിയാം. കാരണം ഈ കുറേ എണ്ണം ഉണ്ടല്ലോ ഈ തോന്നുന്നത്. ഇപ്പം RSS അനുഭാവികളായ ആളുകളുണ്ട്, ഭയങ്കര മുസ്ലിം വിരോധം ഒന്നുണ്ടായിരുന്നു. അവരെയാണ് അദ്ദേഹം കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അത് പലപ്പോഴും സംഘർഷങ്ങളൊക്കെ പോകുള്ളൂ. മോഡി അങ്ങനെയല്ലല്ലോ. മോഡി ഫഡ്നാവിസിന്റെ പോലുള്ള അടുത്ത തലമോ അത് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു യോഗിക്കാണ് കുറച്ചും കൂടി സാധ്യത. യോഗി കുറച്ചുകൂടി സ്വഭാവമാണ്. ഈ പറയുന്ന പോലെ ഹിന്ദുത്വ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വന്ന ആളാണ്. RSSകാരനല്ല, പക്ഷേ ഹിന്ദുത്വ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരി നല്ല നിശ്ചയദാർഢ്യവും ഒക്കെ ഉള്ള ആളാണ്. എന്നാൽ ഹേമന്ത് ബിശ്വ ശർമ്മേനെ പോലെ ഈ ഗാലറിക്ക് വേണ്ടി കളിക്കുന്നില്ല. ഹേമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഗാലറിയിൽ നിന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. അവർ അധികമൊന്നും വായനയൊന്നും ഇല്ലാത്ത അങ്ങനെ ചില ആളുകളാണ്. അവർ ചിലപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ടാവില്ല. അവർ പക്ഷേ ഒരു വലിയൊരു വിഭാഗമായിട്ട് വരും. അവർ ഏതാണ് കറണ്ട് അതിനനുസരിച്ച് നിൽക്കും. അപ്പോൾ അവരിപ്പം അങ്ങനെയുള്ള RSSകാരെ സംബന്ധിച്ചിടത്തോളം അവർ RSSന്റെ പ്രചാരകരൊന്നും ആയിരിക്കില്ല. അവർ ഭയങ്കര മുസ്ലിം വിരോധികളായിരിക്കും. അതുപോലെ ക്രിസ്ത്യൻ വിരോധം ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ജിഹാദി അവിടെ കുറച്ച് കൂടുതലുണ്ടാകും. മുസ്ലിങ്ങളുണ്ട്. അവർ ഭയങ്കര എന്തായിരുന്നു ഈ RSS വിരോധികളായി, ഹിന്ദു വിരോധികളായി, ക്രിസ്ത്യൻ വിരോധി, ഇങ്ങനെ കുറേ ക്രിസ്ത്യൻ എലിമെൻറ്റ്സ് ഉണ്ട്. അത് താരതമ്യേന കുറവാണ് ക്രിസ്ത്യാനിറ്റിയിൽ. അവർ ഭയങ്കര ഹിന്ദു വിരോധികളായി, പിന്നെ മുസ്ലിം വിരോധികളായിരിക്കും. അത് തരാതരം പോലെ വിരോധം കാണും. ഇതെല്ലാ സമുദായത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാഷൊന്നും ചിന്തിക്കുന്ന പോലെ അല്ല താഴെത്തട്ടിലുള്ള ആളുകൾ. ഗോവിന്ദ മാഷൊന്നും പല കാര്യങ്ങളും യോജിപ്പില്ലാത്തതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയും, ഈ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അത് വേണം. അപ്പോൾ അങ്ങനെയുള്ള അനുഭാവികളുണ്ടാവും. അവർക്ക് വേണ്ടി പലപ്പോഴും കളിക്കുന്ന ആളായിട്ട് എനിക്ക് ചിലപ്പോഴും ഇയാളെ തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അദ്വാനിയുടെ പ്രായത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത്. അങ്ങനെ മോദി മാറാതിരുന്നാൽ അദ്വാനിയെ പിന്തുണച്ചവർ മോദിക്കെതിരാക്കി. അതൊന്നും ഒരു പ്രശ്നമല്ല. പവറാണ് ഇമ്പോർട്ടൻറ്റ്. മോഡിയാണ് ഇപ്പം BJPയിലെങ്കിലും കാര്യങ്ങൾ. കാരണം അദ്വാനി പ്രായം ചൂണ്ടിക്കാട്ടിയാണല്ലോ മാറ്റിയത്. അല്ല, അത് അഡ്വാനി ഇൻഎവിറ്റബിൾ ആയിരുന്നില്ല. അഡ്വാനി അന്ന് അനിവാര്യമായിരുന്നില്ല. അഡ്വാനി ഇല്ലാതെ ജയിക്കാമായിരുന്നു. അല്ല, അഡ്വാനിയുടെ ജയിക്കണമെന്നില്ല. പക്ഷെ മോഡി അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് മോഡീനെ മാറ്റണമെങ്കിൽ മോഡി തന്നെ വിചാരിക്കണം. അത്രയുള്ളൂ. മിനിമം BJPയിലെങ്കിലും മോഡിക്ക് ഒരു അവസാന വാക്കുണ്ട്. RSSലില്ല. RSSൽ അങ്ങനെ അതിൻ്റെ സിസ്റ്റത്തിനല്ലാതെ ഒറ്റ അവസാന വാക്കുണ്ടാവില്ല. എന്ന് വെച്ചാൽ അത് അവരുടെ ഇപ്പോൾ സസ്പെൻസാൽ അല്ല, ഈ വേറെ പല ആളുകളും പലതൊക്കെ പറഞ്ഞാലും അതൊന്നും അങ്ങോട്ട് ഏശാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.